വയനാട്ടിൽ ജനജീവിതം ദുസ്സഹമാക്കി UDF ഹർത്താൽ. വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ചുള്ള ഹർത്താലിൽ ലക്കിടിയിൽ സംഘർഷാവസ്ഥയും രൂപപ്പെട്ടു. വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ കേന്ദ്ര സർക്കാരും വയനാട് എംപിയും നിലപാട് തിരുത്തണമെന്നാണ് CPIMന്റെ ആവശ്യവിവരങ്ങളുമായി അനൂപ് കയ്യാർ ചേരുകയാണ്. അനൂപ്, ഇത്തരത്തിലൊരു ഹർത്താലാണ് നടത്തുന്നത് UDF ജനജീവൻ ദുസ്സഹമാക്കിക്കൊണ്ട്. എന്താണ് നിലവിലൊരു സാഹചര്യം എന്ന് പറയുന്നത്? ഈ വാഹനങ്ങളെല്ലാം ഓടുന്നുണ്ട്, KSRTC സർവീസ് നടത്തുന്നുണ്ട്. ഒരു ഭാഗികമായ പ്രതികരണമാണ് ഹർത്താലിനോട് പൊതുവിൽ ഉള്ളത്. എന്നാൽ അല്പ സംഘർഷാവസ്ഥ നേരത്തെ ലക്കിടിയിലെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ കൽപ്പറ്റയിൽ ബസ്സുകൾ ഉൾപ്പെടെ തടഞ്ഞുകൊണ്ടാണ് ഇവരുടെ പ്രതിഷേധം, UDFന്റെ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്. പള്ളിക്കുന്ന് പെരുന്നാൾ അതുപോലെ തന്നെ അത്യാവശ്യ സർവീസുകളെല്ലാം ഒഴിവാക്കിയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എങ്കിലും ഇപ്പോൾ വ്യാപകമായി വാഹനങ്ങൾ തടയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരാണ് പലയിടത്തും വാഹനം തടയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഏതായാലും ഒരു ഭാഗികമായ പ്രതികരണം ആണ് ഹർത്താലിന് പൊതുവിൽ വയനാട്ടിലുള്ളത്. കൽപ്പറ്റയിൽ ഉൾപ്പെടെ വാഹനങ്ങൾ ഓടുകയും നിരത്തുകൾ സജീവവുമാണ്. നഗരത്തിലും അതോടൊപ്പം ലക്കിടിയിലും അത് അതിർത്തി പ്രദേശങ്ങളിലുമാണ് വാഹനങ്ങൾ തടയുന്നത്. പ്രത്യേകിച്ച് കാട്ടിക്കുളം, അതോടൊപ്പം ലക്കിടി, മുത്തങ്ങ തുടങ്ങിയ സ്ഥലങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ വാഹനങ്ങൾ തടയുന്നുണ്ട്. ഇത് പെട്ടെന്ന് പ്രഖ്യാപിച്ച ഒരു ഹർത്താൽ ആയതുകൊണ്ട് തന്നെ പലരും ഈ ഹർത്താലിനെ കുറിച്ച് അറിയാതെയാണ് ഈ അതിർത്തി മേഖലകളിൽ എത്തിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പലരും ഹർത്താലിനെ കുറിച്ച് അറിഞ്ഞിരുന്നില്ല. പക്ഷേ അവർക്ക് കടന്നു പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ദേശീയപാത 766 ഈ വിധത്തിൽ രാത്രിയാണ് ദേശീയപാത തുറക്കുന്നത്. രാത്രികാല ഗതാഗതം നിലനിൽക്കുന്നതിനാൽ കർണാടക അതിർത്തിയിൽ രാവിലെയാണ് ഈ വാഹനങ്ങളെ കടത്തിവിടുക. ആ സമയം കണക്കാക്കി എത്തിയ നിരവധി വാഹനങ്ങൾ ഇപ്പോൾ ഈ അതിർത്തി പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. ശരി, വ്യക്തമാണ്. അനൂപ് കയ്യാറാണ് വിവരങ്ങൾ നൽകിയത്.